കൊള്ളപ്പലിശക്കാർക്കെതിരെ മൂക്ക് കയറിട്ട മുൻ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല മയക്കുമരുന്ന് കച്ചവടക്കാർക്കും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. തൂഫാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പ്രോജക്റ്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനും അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ഇനിയൊരു തലമുറ ഉണ്ടാകരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. ഏതായാലും അതിനോട് അനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരം അറിയിക്കുവാനുള്ള നമ്പർ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം വാട്സപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അതിൻ്റെ വിശദമായ വിവരണം നൽകുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എക്സൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്ന് നടത്തുന്ന ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ്. കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ശൃംഖലകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. 2-ാം തീയതി ഈ പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ കോട്ടറല്ലൂർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തതാണ്. അന്ന് രാത്രി മുതൽ വ്യാപകമായി കേരളത്തിൽ പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കോർഡിനേറ്ററായി സ്പെഷ്യൽ ഓഫീസറായി കേരള പോലീസിൻ്റെ IG പുട്ട വിമലാദിത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പോലീസ് ജില്ലകളിലും സുസംഘടിതമായ നിലയിലാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിൻ്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാ സഹായം പോലീസ് ഈ കാര്യത്തിൽ തേടുന്നുണ്ട്. ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് വിവിധ തരത്തിലുള്ള നിരോധിതമായ ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ കൈവശം വെക്കുന്നവരെയുമാണ് പോലീസ് പ്രധാനമായും അറസ്റ്റ് ചെയ്തത്. ഇപ്പം സ്കൂളുകൾ തുറന്നതുകൊണ്ട് സ്കൂളുകളുടെ മുന്നിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇനിയും ഈ വ്യാപാരം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. എല്ലാവരോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കണം. സ്കൂളിൻ്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇത് വിൽക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു സ്കൂളിൻ്റെ മുമ്പിലും ഒരു കോളേജിൻ്റെ മുമ്പിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിലും പുകയില ഉൽപ്പന്നങ്ങളോ നിരോധിത മയക്കുമരുന്നുകളോ വിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇത് പറയാനുള്ള കാരണം നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം വ്യാപാരങ്ങൾ നടത്താൻ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കണ്ണികളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതിനകം 728 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 795 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകളിലായി രാജ്യാന്തര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMA 625 ഗ്രാം MDMA പിടികൂടി. 48.49 കിലോഗ്രാം കഞ്ചാവ്, 136 kg 0.136 kg ഹാഷിഷ് ഓയിലും 480 കഞ്ചാവ് ബീഡിയും പോലീസ് ഇതിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. മൊത്തം 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളാണ് കഴിഞ്ഞ 3-ാം തീയതി മുതൽ
പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. മേൽപ്പറഞ്ഞ 728 കേസുകളിൽ സ്മോൾ ക്വാണ്ടിറ്റിയായി 233 കേസുകളും മീഡിയം ക്വാണ്ടിറ്റിയായി 20 കേസുകളും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി 6 കേസുകളും NDPS ആക്ട് പ്രകാരം 465 കേസുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കോപ്റ്റ പ്രകാരം 115 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 84 പോലീസ് ഡിവിഷനുകളിൽ 16 അംഗങ്ങളുള്ള 2 പ്രധാനപ്പെട്ട ക്യാച്ചാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 12 പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത ക്രൈം 472/2026 കേസുമായി ബന്ധപ്പെട്ട് ഒരു നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫ്സൺ ഓക്ഫോർ എന്ന ആളിനെയും പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ക്രൈം 147/26 കേസുമായി ബന്ധപ്പെട്ട് എൽസീന സന്താൻ സൂസ എന്ന വിദേശ വനിതയെയും അന്വേഷണ സംഘത്തിന് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മുടെ ടീം ഇവിടുന്ന് പോയി, കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് കേരള പോലീസിന്റെ ടീം പോയി ഡൽഹി പോലീസിന്റെ സഹായത്തോടെ വളരെ ശ്രമകരമായ നിലയിലാണ് ഈ നൈജീരിയൻ പൗരനായ സാമുവലിനെ അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് എൽസീന എന്ന പേരുള്ള ഈ വിദേശ വനിതയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞത്. അത് വലിയ ഇവരുടെ സോഴ്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കുന്ന സോഴ്സിന്റെ പ്രധാനപ്പെട്ട 2 കണ്ണികളെയാണ് കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയി തന്നെ ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ആ ടീമിന്റെ ലക്ഷ്യം ഇതിന്റെ ഉറവിടം കണ്ടെത്തുക, ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമല്ല, ഉറവിടം സോഴ്സ് കണ്ടെത്തിയാൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് തുഫാൻ ഇന്റലിജൻസ് എന്ന ടീം രൂപീകരിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വേഗതയിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും ഉണ്ടാക്കുന്നവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് കേരള പോലീസ് നടത്തുന്നത്. ഈ 2 കണ്ണികളെ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അടുത്ത കാലത്തൊന്നും ഇതുപോലെയുള്ള സോഴ്സുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. അതിനായി 3 നമ്പറുകൾ ഞങ്ങൾ ഇപ്പൊ ഡിക്ലെയർ ചെയ്യാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. ഒന്നുകൂടെ പറയാം, 94 97 again 97 again 97 94 ഒന്നാമത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. ഈ 2 നമ്പറുകളിലേക്ക് രഹസ്യമായി വിവരങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. അതിന് ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. 999 59 66 66 66. ഇത് വാട്സാപ്പ് നമ്പറാണ്. ഒന്നുകൂടെ പറയാം 999 59 66 66 6. 6666. ഇതിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി
പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല. ഒരു തരത്തിലും അത് ലീക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തെ ഒരു ഡ്രഗ് ഫ്രീ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ക്രൂസൈഡാണ് കേരള പോലീസും മറ്റ് വകുപ്പുകളും ചേർന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് വളരെ ആസൂത്രിതമായ നിലയിൽ വളരെ സയന്റിഫിക്കായി പ്രൊഫഷണലായിട്ടാണ് ഈ പ്രോഗ്രാം തുഫാൻ ദി നർക്കോ ഹണ്ട് എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ ധാരാളം ആളുകൾ ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോ തന്നെ ഞാൻ വന്നപ്പോഴാണ് ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ഇത് ടാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ, സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ശ്രീ മമ്മൂട്ടിക്ക് തന്നെ ഒരു സ്വന്തമായും ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, സഭയുടെ വിവിധ മത സാമൂഹിക സംഘടനകൾ ഒക്കെ ഈ പ്രസ്ഥാനവുമായി സഹകരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ നല്ല കാര്യമാണ്. കാരണം എല്ലാവരും ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ പോരാട്ടം ശക്തമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതിന് വ്യാപകമായ പ്രചരണം കൊടുക്കാനും ആളുകളുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ കൂടി ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത് വീണ്ടും ഘട്ടം ഘട്ടമായി അത് ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതാണ്. രണ്ട് തരത്തിലാണ്. ഒരു തരത്തിൽ ബോധവൽക്കരണം, മറ്റേ തരത്തിൽ ശക്തമായ നേരിടൽ. ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ എല്ലാ പൊതുജനങ്ങളുടെയും പരിപൂർണമായ സഹായം ഉണ്ടാകണം. സമൂഹത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുമുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. ഈ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പോലീസിനെ കൃത്യമായി അറിയിക്കണം. പോലീസ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ ടീം വളരെ ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് DGP നിയോഗിച്ചിട്ടുള്ളത്. അവർ സത്യസന്ധമായി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അപാകത പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എന്നെ അറിയിക്കാവുന്നതാണ്. അതിൽ കർശനമായ നടപടി ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത് വളരെ സുതാര്യമായും ജനങ്ങളുടെ ഭാവി, നമ്മുടെ പുതിയ തലമുറയെ രക്ഷപ്പെടുത്താനുള്ളൊരു ദൗത്യമാണ് കേരള സർക്കാർ ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ തരാം നിങ്ങൾക്ക്. ഇതിന്റെ പ്രിന്റഡ് കോപ്പീസ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദ പ്രിന്റഡ് കോപ്പീസ് ടു യു. മുമ്പൊരു നിയമം ഉണ്ടായിരുന്നു. 1000 NDPC ആക്ട് അനുസരിച്ച് ഈ 1000 ഗ്രാം വരെ 999 ഗ്രാം വരെ കൈവെക്കാം എന്നുള്ളതുണ്ട്. അതിന്റെ കാരണം കേന്ദ്ര നിയമമാണ്, മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ചില മരുന്നുകൾക്കൊക്കെ ഇത് പലതും ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഞങ്ങളത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി, കാരണം ഇത് പല ക്വാണ്ടിറ്റി ആയിട്ട് ആളുകൾ കയ്യിൽ വെക്കും. അപ്പൊ പലപ്പോഴും പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചാൽ ജാമ്യം കിട്ടും. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതെ, മാസീവായിട്ട് കേരളത്തിൽ ഇത് പോലീസിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ അല്ല, അങ്ങനെയുള്ള അത് ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. 10 കൊല്ലമായിട്ട് അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ്സിന്റെ ഗ്രീവൻസിന്റെ പരിശോധിക്കുന്നതിനുള്ള ഒരു മെക്കാനിസം കേരളത്തിൽ അല്ല, സമൂഹത്തിന്റെ ഭാഗമാണല്ലോ പോലീസും. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങള് നിരീക്ഷിക്കും. സബ് ഇൻസ്പെക്ടർ ലെവലിലോ ഹെഡ് കോൺസ്റ്റബിൾ ലെവലിലോ ഒന്നുമല്ല, IPS-ലുള്ള പലരും നാർക്കോട്ടിക് ബന്ധമുള്ളത് ചൂണ്ടിക്കാണിച്ചോളൂ, ഞങ്ങള് നടപടി എടുക്കാം. പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം കഴിഞ്ഞ If you have any information, please pass it on to us. We will take action. അതിപ്പോ എല്ലാവരും പോലീസിലുള്ളവർക്ക് തന്നെ പരസ്പരം അറിയാവുന്നതാണ്. പക്ഷെ ആക്ഷൻ എടുക്കാൻ ആർക്കും കഴിയത്തില്ല. DGP-ക്ക് കഴിയത്തില്ല, ADGP-ക്കും കഴിയത്തില്ല. നോക്കാം നമുക്ക്. ഡി-ഹണ്ട് കൂടി ഇതിനോട് ചേർത്ത് പ്രവർത്തിക്കുകയാണ്. ഡി-ഹണ്ടിന്റെ ഒരു തുടർച്ചയായിട്ട് കണ്ടാൽ മതി. ഇപ്പൊ എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്ന എന്താ, ഇതിനെ നിരുത്സാഹപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്. അതൊന്നും ഞങ്ങൾ മോശക്കാരായിട്ട് കാണുന്നില്ലല്ലോ. അതും ഇതിന്റെ ഭാഗമാണ്. ഞങ്ങൾ പിന്നെ ഒരു പ്രോഗ്രാം, ഒരു പ്രൊജക്ട് തയ്യാറാക്കി ശക്തമായി നേരിടുക എന്നുള്ളതാണ്.
എല്ലാ ഗവൺമെന്റുകളും എല്ലാ കാലഘട്ടത്തിലും ഇതിനെതിരായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. ഇപ്പം ഞാൻ തന്നെ 14 ജില്ലകളിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഡ്രഗിനെതിരായിട്ടുള്ള മാസീവായിട്ടുള്ള വാക്കത്തോൺ ഞാൻ നടത്തുകയുണ്ടായി. ധാരാളം സംഘടനകൾ നടത്താറുണ്ട്. അതെല്ലാം ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും വാങ്ങുന്നവരും സൂക്ഷിക്കുക. രമേശ് ചെന്നിത്തല ഈസ് ഓൺ മൂവ്. തൂഫാൻ. മയക്കുമരുന്നും മറ്റു തിന്മകളുമില്ലാത്ത നല്ലൊരു കേരളം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.